കൊല്ലത്തിന്റെ ബൗളിംഗ് നിര വളരെ ശക്തമാണ്. നമുക്കൊപ്പം ഉള്ള 3 താരങ്ങൾ, ഒന്നതേ ബിജു നാരായണൻ, ഷറഫുദ്ദീൻ, ഏതൻ ആപ്പിൾ ടോം. ഏതൻ ഇപ്പൊ ഇങ്ങ് കൊല്ലത്തോട്ട് വന്നതാണ് അല്ലേ? ഷറഫു, അപ്പം എന്താണ് ഇത്തവണത്തെ ഒരു കഴിഞ്ഞ തവണത്തേക്കാൾ സ്ട്രോങ് അല്ല നമ്മള്? അതെ അതെ, കുറച്ചും കൂടെ നല്ല ക്വിക്കറായിട്ടുള്ള ആപ്പിൾ ടോം ഉണ്ട്. ബിജു സെയിം ഈ വർഷവും നമ്മൾ ടീം ഇറക്കി വീഴ്ത്തും. അതെ, അതേപോലെ തന്നെ അഖിൽ MS ഉണ്ട്. പിന്നെന്താ പവൻ രാജ് സെയിം കഴിഞ്ഞ വർഷം ഉണ്ടായ സെയിം ഈ നമ്മുടെ ടീമിൽ തന്നെ ഉണ്ട്. അജയ് ഘോഷ്, പിന്നെ യോർക്കർ കിങ് അജയ് ഘോഷ് നമ്മുടെ ടീമിലുണ്ട്. ബോളിംഗ് നിര നല്ല സ്ട്രോങ് തന്നെയാണ്. എന്താ പറയുക, ഇനി നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി മാച്ചിലോട്ട് വരുമ്പോൾ അത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഷർഫ്, വ്യക്തിപരമായിട്ട് കഴിഞ്ഞ സീസണിൽ നിന്ന് ഇത്തവണ കാണുന്ന ഒരു വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടീം തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സും കൂടെ നമ്മൾ ടീമിലോട്ട് വന്നത് ശരിക്കും ടീമിന് ശരിക്കും അഡ്വാൻറ്റേജ് ആണ്. ഒരാൾ IPL ഫൈനൽ കഴിഞ്ഞ് വന്ന വിഷ്ണു വിനോദ് ടീമിൻ്റെ ഒപ്പം ഉണ്ട്, അത് ശരിക്കും ഗുണം ചെയ്യും. അതേപോലെ തന്നെ നല്ലൊരു ഓൾറൗണ്ടറാണ് അഖിൽ MS, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതും ടീമിലോട്ട് വരുമ്പോൾ ടീം ഒന്നും കൂടെ സ്ട്രോങ് ആവാണ്. അതാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളൊരു വ്യത്യാസം. ബാക്കി എല്ലാം സെയിം തന്നെയാണ്, ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ്. ഒരു വലിയ വ്യത്യാസം അടിച്ചിടാനുള്ള ടീമുണ്ട് ഉറപ്പായിട്ടും. ഗുഡ് സൈഡാണ്. ഓക്കെ, നമ്മൾ ഈ ബിജു നാരായണൻ എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാണ്. അപ്പൊ ഇവിടെ പാട്ടുപാടി വിക്കറ്റ് എടുക്കുന്ന ബിജു ഉണ്ട് അല്ലേ? കഴിഞ്ഞ തവണ 17 വിക്കറ്റ് അല്ലേ? അതെ അതെ, 17 വിക്കറ്റ്. അതെ. എന്താണ് അതിന്റെ ഒരു മാജിക്? അങ്ങനെയൊന്നുമില്ല, കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. നല്ല സപ്പോർട്ടായിരുന്നു ടീമായാലും മാനേജ്മെന്റ് ആയാലും കൂടെ കളിച്ച പ്ലേയേഴ്സ് ആയാലും. ക്യാപ്റ്റനായ സച്ചേട്ടൻ നല്ലൊരു സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു പ്രഷറില്ലാതെ നല്ല രീതിയിൽ ബോൾ ചെയ്യാനും. ബിജു തിരുവനന്തപുരത്ത് തന്നെയല്ലേ? തിരുവനന്തപുരത്ത്. അപ്പോൾ നാട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാർ കളി കാണാൻ വരും. വരും. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് വന്നിരുന്നു, ഇപ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പ്രാക്ടീസ് ഒക്കെ? എങ്ങനെ പോയി? നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതെ. അപ്പോൾ ഇത്തവണ നമ്മൾ വീണ്ടും കഴിഞ്ഞ തവണത്തെ എങ്ങനെ കാട്ടും ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ടാകും. അതെ, അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഏതൻ ആപ്പിൾ ടോം, ഏതനെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? കഴിഞ്ഞ രഞ്ജി ട്രോഫി ഫൈനൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, വിദർഭയെ ഞെട്ടിച്ചാളാണ് ഏതൻ. നമ്മളൊക്കെ ഇങ്ങനെ ശ്വാസം പിടിച്ചിരുന്നാണ് ഏതന്റെ പ്രകടനം. ഏതൻ ഇപ്പം ഇത്തവണ കൊല്ലത്തിനൊപ്പം വളരെ നല്ല എക്സ്പീരിയൻസ്. കഴിഞ്ഞ കൊല്ലം KCL കളിച്ചപ്പോൾ ഫസ്റ്റ് സീസൺ തൃശ്ശൂരിലായിരുന്നു. ഈ കൊല്ലം നല്ലൊരു ഫ്രാഞ്ചൈസി, ഒരു ഭയങ്കര പ്രൊഫഷണൽ ഫ്രാഞ്ചൈസി, ഭയങ്കര വിന്നിംഗ് ടീമാണ്. കഴിഞ്ഞ കൊല്ലത്തെ ടൈറ്റിൽ ജേതാക്കളാണ്. ഈ കൊല്ലം സെയിം പ്ലാനാണ്. വളരെ ഹാപ്പിയാണ് ഈ ടീമിൻ്റെ കൂടെ. ബിക്കോസ് എനിക്ക് തന്നെ ഇപ്പോൾ പറയുവാണെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ പ്രൊഫഷണലിസവും കാര്യങ്ങളും മീൻസ് ആ ഒരു പീക്ക് ലെവലാണ് ഈ ടീമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ. നമുക്ക് ഒരിക്കലും താഴോട്ട് പോകുന്ന ഒരു ഫീലും ഇല്ല. മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, സപ്പോർട്ട് സ്റ്റാഫ് ആയിക്കോട്ടെ, കോച്ചസ് ആയിക്കോട്ടെ, അവരുടെ സപ്പോർട്ട്, ഫുൾ വോൾ ടീമിൻ്റെ സപ്പോർട്ട് തന്നെ നെക്സ്റ്റ് ലെവലാണ്. മാത്രമല്ല KCLന്റെ ഒരു അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മാത്രമല്ല, അതിനിടയിൽ നമുക്ക് രഞ്ജി ട്രോഫിക്ക് ലഭിച്ചിരിക്കുന്ന പ്രാക്ടീസ്, കോച്ചിനൊപ്പം ലഭിച്ചിരിക്കുന്ന വളരെ കഠിനമായ പരിശീലനം, അതൊക്കെ വലിയ തോതിൽ ഗുണം ചെയ്യും. വളരെ മീൻസ് കോച്ച് നമുക്ക് ഈ ഒരു കഴിഞ്ഞ ഈ KCL തുടങ്ങുന്നതിന് മുന്നേ ഒരു ക്യാമ്പ് ഉണ്ടായിട്ടുണ്ട്. 25 days 1 monthോളം ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ പ്രിപ്പറേഷനാണ്. KCL കഴിഞ്ഞിട്ട് അടുത്ത രഞ്ജി ട്രോഫി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഈ കൊല്ലം മീൻസ് കഴിഞ്ഞ കൊല്ലം നമ്മൾ റണ്ണേഴ്സ് അപ്പ് ആയെങ്കിൽ ഈ കൊല്ലം നമ്മുടെ ലക്ഷ്യം വേറെ ഏതാണ്, കപ്പ് തന്നെ അടിക്കണം. രഞ്ജി ട്രോഫിയുടെ ഫസ്റ്റ് ടൈറ്റിൽ ഈ കൊല്ലം നമുക്ക് ഫുൾ ടീമായിട്ട് ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ഇറങ്ങുന്നു, കപ്പ് അടിക്കുന്ന ആ ഒരു സെയിം ലക്ഷ്യമാണ് അവിടെയും വരുന്നത്. ഈ ഏതൻ ആപ്പിൾ ടോമിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ മീഡിയ വണ്ണിന് വലിയൊരു സന്തോഷമുള്ള കാര്യം, ഏതൻ അദ്ദേഹത്തിന്റെ ആദ്യ അരങ്ങേറ്റ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആയതിനു ശേഷം ആദ്യമായി സംസാരിച്ചത് നമ്മൾ മീഡിയ വണ്ണിനോടാണ് അല്ലേ? ആയിരുന്നു. എന്തായാലും ഏതൻ, നമ്മുടെ പ്രേക്ഷകരെ പലപ്പോഴും ഏതനെ കുറിച്ച് പറയുമ്പം എന്താണ് ഈ ആപ്പിൾ ടോം എന്ന് പേര് വരാനെന്നുള്ളൊരു സംശയം ആളുകൾക്കുണ്ട്. ചേട്ടാ ഒന്നുമില്ല കേട്ടോ, അതെന്റെ ഗ്രാൻഡ് ഫാദർ പപ്പയ്ക്ക് കിട്ടു, പപ്പയ്ക്ക് എനിക്ക് കിട്ടി, പിന്നെ എല്ലാവരും എന്നെ ആപ്പിൾ എന്ന് വിളിക്കുന്നു. ആ ഒരു സിഗ്നേച്ചർ നെയിമോട് ഇങ്ങോട്ട് പോകുന്നു. കൂട്ടുകാരൊക്കെ എന്താ വിളിക്കുന്നത്? കൂട്ടുകാർ എന്നെ ആപ്പിൾ എന്ന് വിളിക്കും. സെയിം എല്ലാവരുടെ ഇടയിലും ഇപ്പൊ ആപ്പിൾ ആണ്. പപ്പയാണ് ആപ്പിൾ ടോം, ഞാൻ ഇവിടുത്തെ ജൂനിയർ ആപ്പിൾ, അത്രേ ഉള്ളൂ. ഓക്കെ, ആപ്പിൾ നല്ല മധുരമുള്ള ആപ്പിളാണ്, സുഹൃത്തുക്കൾക്ക് നല്ല മധുരമുള്ള ആപ്പിളാണ്. പക്ഷെ കളിക്കളത്തിൽ എതിരാളികൾക്ക് നല്ല കയ്പുള്ള പാവക്കയാണ് ഏതൻ ആപ്പിൾ ടോമിന്റെ പന്ത്. ഗംഭീരമാവട്ടെ ഏതൻ, നമ്മൾ വലിയ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അടുത്ത തവണ നമുക്ക് IPL കുപ്പായത്തിൽ നമുക്ക് ഇവിടെ കാണാം. തീർച്ചയായിട്ടും. ഇന്ത്യ ലെവലിൽ കുപ്പായത്തിൽ ചേട്ടൻ തന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കും. ആണ്, അത്രേ ഉള്ളൂ. ഇത് ഞാൻ ഓർത്ത് വെച്ചോ. താങ്ക് യു ഏതൻ ആപ്പിൾ ടോം, താങ്ക് യു. കപ്പ് വിട്ടുകൊടുക്കാനാകില്ല കൊല്ലത്തിന്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓപ്ഷനിൽ ഒട്ടേറെ താരങ്ങളെ, പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ തെരഞ്ഞെടുത്ത് കൊല്ലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അഖിൽ MS നമുക്കൊപ്പം ചേരുകയാണ്. അഖിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ട്രിവാൻഡ്രത്തിന്റെ ജേഴ്സിയിലായിരുന്നു, ഇത്തവണ കൊല്ലത്തേക്ക് എത്തി.
അപ്പം എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തിലേക്ക് വന്നപ്പോൾ കൊല്ലത്തിലെത്തിയപ്പോൾ ഒരു വിന്നിങ് കോമ്പിനേഷനൊപ്പമാണ് എത്തുന്നത്? അതെ അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാമ്പ്യൻ സൈഡിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ അവരുടെ ഒരു ആ പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു നല്ല വൈബാണ്. നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ പ്രാക്ടീസ് സെഷനിലും കാര്യങ്ങളിലും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ജെൽനെസ്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ തവണ ഓൾറൗണ്ട് പ്രകടനമായിരുന്നല്ലോ അല്ലേ? ഏതാണ്ട് 200 റൺസിനടുത്ത് 8 വിക്കറ്റിലധികം. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ താരമായിരുന്നു കേട്ടോ. ഇത്തവണ അതിലും കൂടുതൽ എമൗണ്ടിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. വില കൂടിയ താരമാണ്. അതെ അതെ, കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആവാനുള്ളൊരു ഭാഗ്യം കിട്ടി. അതായത് ഫസ്റ്റ് KCL കൂടെ ആയിരുന്നപ്പോൾ അതൊരു വലിയൊരു എനിക്കൊരു ക്രെഡിറ്റായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്തവണയും ആ ഒരു ഫിനാൻഷ്യൽ ഇത് നോക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ടിന് തന്നെയാണ് ഇപ്പോൾ കൊല്ലം ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. അഖിലിനെ കുറിച്ച് പറയേണ്ടതേ, നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റ് പാരമ്പര്യം നമ്മൾ പറയുമ്പം നമ്മൾ ആദ്യം എടുത്ത് പറയുന്ന ഒരു സ്ഥലമാണല്ലോ തൃപ്പൂണിത്തറ പാലസ് ഓവൽ ഗ്രൗണ്ട് അല്ലേ? അവിടെ കളിച്ച് വളർന്ന ആരും മോശമായിട്ടില്ല. ഇല്ല, ഞാനൊരു ഇപ്പോൾ 15 വയസ്സിൽ മുതൽ അവിടെ തൃപ്പൂണിത്തറ പാലസ് ഓവലിൽ പ്രാക്ടീസ് തുടങ്ങിയതാണ്. ഇപ്പോഴും അവിടെ തന്നെയാണ് കൂടുതലും പ്രാക്ടീസും കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുന്നതെല്ലാം തൃപ്പൂണിത്തറ പാലസ് ഓവലിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതിൽ. സയ്യിദ് മുഷ്താഖ് അലിയിലല്ലായിരുന്നോ കേരള ടീമിനൊപ്പം ഉണ്ടായിരുന്നത് അല്ലേ? അപ്പം തിരികെ കേരളത്തിൻ്റെ ജേഴ്സിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ കുറെ കൂടി വലിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുക എന്നുള്ള സ്വപ്നമൊക്കെ ഉണ്ട്. അതിനൊക്കെ വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 4 വർഷം മുമ്പാണ് സയ്യിദ് മുഷ്താഖ് അലി കളിച്ചത്. അപ്പോൾ ആ വർഷം മുതൽ ഇപ്പോൾ ലാസ്റ്റ് ഇയർ വരെ ഞാൻ ക്യാമ്പിൽ തുടരുന്നുണ്ട്. പക്ഷേ കുറച്ച് ലാസ്റ്റ് 3-4 സീസണായിട്ട് ടീമിൽ കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ആ ഹാർഡ് വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു പ്ലാറ്റ്ഫോം വന്നപ്പോൾ നമുക്ക് വളരെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിതിലൊരു ഒറ്റൊരു ഡേ മതി നമ്മളുടെ ഒരു ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ IPL ഒക്കെ സ്വപ്നം കാണുന്നവർക്ക് വളരെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണിത്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ വിഘ്നേഷ് പുത്തൂർ ഒരു 2-3 മാച്ചസ് തന്നെ അവന് ആ IPL കിട്ടി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ട്രയൽസിന് പോയത്. അത് വലിയൊരു ഭാഗ്യമായിരുന്നു. ഞങ്ങൾ ഒരു മാച്ചാണ് കളിച്ചത്. അത് വളരെ സന്തോഷമാണ്. അവന് കിട്ടിയതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. എന്നാലും അടുത്ത തവണ നമ്മൾ അഖിൽ MS-ന്റെ പേര് കൂടി നമ്മൾ അതിൽ കാണട്ടെ. ഗംഭീരമാകുക, എറിഞ്ഞിടുക കേട്ടോ, എറിഞ്ഞിടുക, അടിച്ചെടുക്കുക. കപ്പ് കൊല്ലത്ത് തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലും.